ഇതിൽ ഏതാണ് ബെറ്റർ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരവാണ് ഈ വർഷം തന്നെ ഇറങ്ങിയൊരു സിനിമ ആയതുകൊണ്ടും എല്ലാവരും അത് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു മനുഷ്യനല്ല ഈ കുമാരൻ തമ്പി എന്നുള്ളത്. ഒരു സേവൻ എന്ന പാട്ടുകാരനായിട്ടുള്ള ഒരാള് ഒരു മനുഷ്യരുടെ സിനിമകളുടെയും ടെക്നിക്കൽ വശം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഭ്രമയുഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നമസ്കാരം, എല്ലാവർക്കും മോട്ടോ വേൾഡ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു മമ്മൂക്ക ലാലേട്ടൻ ഫാൻ ഫൈറ്റിനെ പറ്റിയാണ്. ഫാൻ ഫൈറ്റ് എന്ന് വേണേ പറയാം, പക്ഷേ പലപ്പോഴും ചോദിച്ചു കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് മമ്മൂക്ക പുതിയ പുതിയ വേഷങ്ങൾ, നല്ല വേഷങ്ങൾ ചെയ്തു വരുമ്പോൾ ലാലേട്ടന്റെ നല്ല വേഷങ്ങളൊക്കെ എവിടെ പോയി എന്നൊക്കെ ഒരു ചോദ്യം ഒരുപാട് നമ്മൾ കേൾക്കാറുണ്ട്. ആൻഡ് അതിനുള്ള ഒരു ഉത്തരമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. മമ്മൂക്കയുടെ 2024 ഇറങ്ങിയ സിനിമയാണ് ഭ്രമയുഗം. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ലാലേട്ടന്റെ ശ്രീകൃഷ്ണ പരുന്തിനെ പറ്റിയും മമ്മൂക്കയുടെ ഭ്രമയുഗത്തെ പറ്റിയാണ്. ഈ രണ്ട് സിനിമകൾ തമ്മിലുള്ള ഒരു കമ്പാരിസണും ഇതിൽ ഏതാണ് ബെറ്റർ എന്നുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരവാണ് നമ്മൾ ഇന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ മമ്മൂക്കയുടെ ഭ്രമയുഗം എന്നുള്ള സിനിമ ഒരു ഫാന്റസി ഹൊറർ ജോണറിൽ വരുന്ന ഒരു പടമാണ്. ആൻഡ് ആ ഒരു ജോണറിലുള്ള ഒരു ലാലേട്ടൻ പടം ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമ മോഹൻലാൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആൻഡ് അതിന് നമ്മുടെ കയ്യിൽ ഉത്തരവുണ്ട്. ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു മമ്മൂക്ക ലാലേട്ടൻ ഫാൻ എന്ന നിലയിൽ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കേണ്ട രണ്ട് സിനിമകളാണ്. ഒന്ന് ശ്രീകൃഷ്ണ പരുന്തും, മറ്റൊന്ന് നല്ലത്. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. ഭ്രമയുഗത്തെ പറ്റി ഞാൻ ഒരുപാട് അധികം സംസാരിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഈ വർഷം തന്നെ ഇറങ്ങിയൊരു സിനിമ ആയതുകൊണ്ടും എല്ലാവരും അത് തിയേറ്ററിൽ പോയി കണ്ടതും അല്ലെങ്കിൽ OTT-യിൽ വന്ന് കണ്ടതുമായിട്ടുള്ളൊരു സിനിമയാണ്. ആൻഡ് ഓഫ് കോഴ്സ് അതൊരു ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു വർക്കായിരുന്നു. ഒരുപാട് പുതിയ സാങ്കേതിക വിദ്യകളും അല്ലെങ്കിൽ പ്ലോട്ട് വൈസും നമ്മൾ ഹൊററായിട്ട് പിടിച്ചിരുത്താനും ആ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റൊരു സിനിമ, അതായത് ശ്രീകൃഷ്ണ പരുന്ത് എന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയ സിനിമ ഒരു 1984 ഇറങ്ങിയ സിനിമയാണ്. അതങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ OTT പ്ലാറ്റ്ഫോമുകളിലൊന്നും അവൈലബിൾ അല്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. യൂട്യൂബിൽ കിടപ്പുണ്ട്, അവിടെ ഇരുന്ന് നമുക്ക് കാണാവുന്നതാണ്. ഈ സിനിമ ഭ്രമയുഗം ഡീൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളെ തന്നെ അഡ്രസ്സ് ചെയ്തു പോകുന്ന ഒരു പടമാണ്. ഇപ്പോൾ ഈ മന്ത്രവാദി കൺസെപ്റ്റ് ആണെങ്കിലും, ചാത്തൻ, യക്ഷി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദേവതകളും മൂർത്തികളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കഥയാണ് ശ്രീകൃഷ്ണ പരുന്തിൻ്റെ. ശ്രീകൃഷ്ണ പരുന്ത് എന്ന് പറയുന്നത് കുമാരൻ തമ്പി എന്നൊരു മാന്ത്രികന്റെ കഥയാണ്. കുമാരൻ തമ്പി ഒരു മാന്ത്രികനാവേണ്ട ആളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒരു ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നൊരു മനുഷ്യനല്ല ഈ കുമാരൻ തമ്പി എന്നുള്ള വ്യക്തി. കുമാരൻ തമ്പി ഒരു വെള്ളമടിച്ച് നടക്കുന്ന, പെണ്ണ് പിടിക്കുന്ന, കഞ്ചാവടിക്കുന്ന ഒരു വ്യക്തിയാണ്. അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ഈ കുമാരൻ തമ്പിയുടേത്. ആ ക്യാരക്ടറിനെയാണ് മോഹൻലാൽ ഈ സിനിമയിൽ പ്ലേ ചെയ്യുന്നത്. ഈ കുമാരൻ തമ്പി മാന്ത്രികനാവുന്നതും അയാൾ പിന്നീട് നശിച്ചു പോകുന്നതുമായിട്ടുള്ള ഒരു കഥയാണ് ഈ സിനിമയുടെ. ആൻഡ് ആ കഥയെ എങ്ങനെയൊക്കെ എലവേറ്റ് ചെയ്യാൻ ഈ സിനിമ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ആൻഡ് ഭ്രമയുഗം എന്ന സിനിമയുടെ ഒരു ഏകദേശം പ്ലോട്ട് വരുന്നത്, ഒരു തേവൻ എന്ന പാട്ടുകാരനായിട്ടുള്ള ഒരാൾ ഒരു മനക്കിലേക്ക് ചെന്നെത്തുന്നതും ആ മനയിൽ ഇയാൾ കുടുങ്ങിപ്പോകുന്നതുമായിട്ടുള്ള ഒരു പ്ലോട്ടാണ് ഈ ഭ്രമയുഗം എന്ന സിനിമയുടെ. ആൻഡ് മമ്മൂട്ടി അതിൽ ചാത്തനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. കൊടുമൺ പോറ്റി എന്നുള്ള ഒരു റോളിലാണ് പുള്ളിക്കാരൻ വരുന്നത്. ആൻഡ് ആ ഒരു റോളിൽ, അല്ലെങ്കിൽ ആ ഒരു സിനിമയ്ക്കകത്ത് ഇത്രയും ചെറിയ ഒരു പ്ലോട്ടാണ് ആ സിനിമയുടെ ഉള്ളത്. അല്ലെങ്കിൽ ആ ഒരു മനയ്ക്കുള്ളിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് ഭ്രമയുഗം സിനിമ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് വളരെ സ്ട്രോങ് ആവുമ്പോഴും ഈ ശ്രീകൃഷ്ണ പരുന്തിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കുറച്ചും കൂടെ വലിയ ഒരുപാട് എലമെന്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്ലോട്ടാണ്. അതിൻ്റെ ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് പോകുന്ന രീതിയാണെങ്കിലും അതെല്ലാം കുറച്ചും കൂടെ വലുതാക്കി ശ്രീകൃഷ്ണ പരുന്ത് ചെയ്തിട്ടുണ്ട്. ഈ ഭാർഗവി നിലയം പോലെയുള്ള സിനിമകളൊക്കെ സംവിധാനം ചെയ്ത
എ വിൻസെന്റ് ആണ് ഇതിൻ്റെയും സംവിധായകൻ. കൊടുമൺ പോറ്റി എന്ന കഥാപാത്രത്തെ മമ്മൂക്ക എത്ര അസലായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. ആ കഥാപാത്രത്തിൻ്റെ ഇപ്പോൾ മന്ത്രവാദിയായിട്ടുള്ള ഭാഗമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ചാത്തൻ എന്ന വേഷത്തിലേക്ക് പുള്ളിക്കാരൻ വന്നപ്പോഴാണെങ്കിലും നമുക്ക് ആ തിയേറ്ററിലിരുന്ന് കാണുന്നവർക്ക് ആ ഒരു ഭയം കൊണ്ടുവരാൻ മമ്മൂക്കയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് ഈ സിനിമ കണ്ടതിന് ശേഷമാണ് ഞാൻ ശ്രീകൃഷ്ണപരുന്ത് കാണുന്നത്. അത് കാണുന്ന സമയത്ത് അതിലൊരിക്കലും ഈ മന്ത്രവാദിയുടെ ക്യാരക്ടർ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഫിഗറല്ല. അയാളൊരു വളരെ നാച്ചുറലായ ഒരു മാനുഷികനായിട്ടുള്ള ഒരു ഫിഗറാണ്. അയാൾ ഒരു സാധാരണ കുറച്ച് തലതെറിച്ച ഒരു മനുഷ്യൻ്റെ കയ്യിൽ കുറച്ചധികം പവർ വന്നു കഴിഞ്ഞാൽ അയാൾ എങ്ങനെയൊക്കെ ആയി മാറും എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തമായിട്ട് വരുന്നത്. മോഹൻലാൽ വളരെ കൺവിൻസിങ് ആയിരുന്നു ആ സിനിമയ്ക്കകത്ത്. ഗംഭീർ എന്ന കഥാപാത്രത്തിൻ്റെ കുടുംബപരമായി കിട്ടുന്ന ഗരുഡ സേവയും ഈ ഗരുഡ സേവ കൊണ്ട് ഇവരുടെ കുടുംബത്തിന് ഉണ്ടാകുന്ന ബെനഫിറ്റുകളും അതുപോലെ തന്നെ ദോഷങ്ങളുമാണ് ഈ സിനിമ ചർച്ച ചെയ്യുന്നത്. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മൂപ്പർക്ക് ബ്രഹ്മചര്യം കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. മൂപ്പർക്ക് മന്ത്രവാദിയായി കഴിഞ്ഞാൽ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം എന്നുള്ളൊരു വ്രതം ഉള്ളത് കൊണ്ടും അത് മൂപ്പർക്കൊരു വിനയായി മാറുന്നതാണ് ഈ സിനിമ. ഇതിനകത്ത് വേറെയും ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ജഗതി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അതേപോലെ സുകുമാരി, അങ്ങനെയൊക്കെയുള്ള വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് അഭിനയിച്ചൊരു സിനിമയും കൂടിയാണിത്. പറഞ്ഞ ഈ 2 സിനിമകളും 2 കഥാപാത്രങ്ങളും, അതായത് ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റി ആയിട്ടുള്ള മമ്മൂക്കയും ശ്രീകൃഷ്ണപരുന്തിലെ കുമാരൻ തമ്പി എന്ന മോഹൻലാലും, ഈ 2 പേരിൽ നിങ്ങൾക്ക് ആരാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. നമുക്ക് നോക്കാം ആരാണ്, ലാലേട്ടനാണോ മമ്മൂക്കയാണോ കൂടുതൽ വോട്ട് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ പുതിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ കേട്ട് മറന്ന പല സിനിമകളെ പറ്റിയും അല്ലെങ്കിൽ പുതിയ സിനിമകളെ പറ്റിയൊക്കെ നമ്മൾ ഈ ചാനലിൽ ഇനി നമ്മൾ ചെയ്യുന്നുണ്ടാവും. സോ എല്ലാവരും നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.